അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 3 മണി. നമ്മൾ കണ്ണൂർ നിൽക്കുകയാണ്. കണ്ണൂർ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. നമ്മളിപ്പം പോകുന്ന സ്ഥലം എന്തായാലും ഞാനൊരു ക്ലൂ ആയിട്ട് തരണോ, ഒരു വീഡിയോ ആയിട്ട് തരണോ? എന്തായാലും ഒരു വീഡിയോ തരാം, നിങ്ങൾ പോയി കണ്ടിട്ടോ. നേരെ വിടുന്നു ഇന്ത്യയുടെ തന്നെ പാർട്ടി ക്യാപിറ്റലിലേക്ക്. IB ഡെസ്റ്റിനേഷൻ നമ്പർ 2 ഗോവ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഗോവയ്ക്കാണ്. ഗോവ ദ പാർട്ടി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതെ, അങ്ങോട്ടേക്കാണ് യാത്ര. എൻ്റെ ആദ്യത്തെ ഒരു ലോങ് റൈഡും കൂടെയാണ്. സോ നമ്മൾ ഇന്ന് പോണത് വേറൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കൂടെ കൊണ്ടാണ്. അതായത് ഗോവയിൽ നമ്മുടെ TVSൻ്റെ മോട്ടോസോൾ നടക്കുകയാണ്. സോ അതിനേക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് പോകുന്നത്. സോ നിങ്ങളിനി കാണാൻ പോകുന്ന ഒരു ഗോവൻ വ്ളോഗാണ്. അപ്പം പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഡോണ്ട് ലെസ് ആൻഡ് ലെറ്റ്സ് ഗോ. സോ രാത്രിയാണ്. പിന്നെ ഞാൻ 2 ദിവസത്തെ ക്ഷീണം കൊണ്ട് നല്ല ടയേർഡാണ്. അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് വന്നു. അതും നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. ഏകദേശം 12 മണിക്ക് തിരിച്ച് 3 മണിക്ക് എത്തി. പിന്നെ വീണ്ടും 6 മണിക്ക് എണീറ്റ് കണ്ണൂരേക്ക് വന്നു. അങ്ങനെ ഓവർ ടയേർഡായി. രാത്രിയായി എത്തിയപ്പം പിന്നെ എണീറ്റ് വീണ്ടും 3 മണിക്ക്. അങ്ങനെ ഞാൻ ടയേർഡായി. അങ്ങനെ വിചാരിച്ചു എന്തായാലും ടയേർഡായിരിക്കുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ടയേർഡായിരിക്കുമ്പോൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. സോ ഇപ്പം പകലായിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ കണ്ണൂരും മംഗലാപുരവും ഉടുപ്പിയൊക്കെ വിട്ടിപ്പം ഗോകർണ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടുപ്പി തൊട്ട് അമ്മാതിരി ഹൈവേ. സോ അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തില്ല, ഞാൻ പറഞ്ഞ പോലെ. ഇപ്പോൾ പക്ഷേ ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. ഞാൻ ഉടുപ്പി വരെ ഞാൻ ഓടിച്ചില്ല, കാരണം റോഡും മോശം, വെളിച്ചവും ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ നല്ല ടയേർഡും ഉണ്ടായിരുന്നു. സോ ഇപ്പം ഞാനാണ് ഓടിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആൾ തന്നെയാണ്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്, AOGയിലുള്ള. സോ നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, TVSൻ്റെ മോട്ടോസോൾ നടക്കുകയാണ്. അത് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും അത്രയും നല്ലൊരു ഇവൻ്റ് ആയിരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത പരിപാടിക്കൊക്കെ പോകുന്നത്. ഇവരെല്ലാവരും എല്ലാ വർഷവും അപ്പാച്ചി ഓണേഴ്സിന് വേണ്ടി വയ്ക്കുന്ന പരിപാടി തന്നെയാണ് മോട്ടോസോൾ. കോവിഡ് ആയിരുന്നപ്പോൾ 2 വർഷം ഇല്ലായിരുന്നു, ബട്ട് പിന്നെ വന്നു. സോ അപ്പം എന്തായാലും പോകാമെന്ന് ചോദിച്ചു. പക്ഷേ ഈ ഹൈവേ ഒരു രക്ഷയില്ലാത്ത ഹൈവേ ആണ് മാൻ. ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഹൈവേ എന്ന് പറയില്ല, ബട്ട് ഇത് ഒരു രക്ഷയില്ല, നല്ല ഹൈവേ ആണ്. നമ്മളപ്പോൾ ത്രാസി ബീച്ചിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ത്രാസി ബീച്ച്. കൊള്ളാം, നല്ലൊരു ഹൈവേയുടെ സൈഡിലുള്ളൊരു ലോങ് ബീച്ചാണ്. അതായത് നല്ല ഏരിയ ഉണ്ട്, ഒരറ്റം തൊട്ട് അങ്ങേറ്റം വരാം. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഇറങ്ങാം. കുറച്ച് ഈ ഒരു ആംബിയൻസിൽ ഒരു ഹോട്ടെങ്കിലും എടുക്കണ്ടേ. അവരവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സ്. നമ്മൾ കുറച്ച് ബാക്കായി പോയി, കുഴപ്പമില്ല. നമ്മളിങ്ങനെ ആസ്വദിച്ച് വരെയായിരുന്നു. കത്തിച്ച് വിടുന്ന പരിപാടിയൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കേസൊന്നുമില്ല. നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിക്കണം, പിന്നെ ബോധത്തോടെ. അമ്മാതിരി വ്യൂ ഞാൻ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തി, റെസ്പോൺസിബിളായിട്ട് വണ്ടി ഓടിക്കണം, ഇല്ലെങ്കിൽ കട്ടയും പൊടയും മുടങ്ങും. സീരിയസ്ലി നമ്മൾ സ്പീഡിലും അതിലും ഒന്നുമല്ല കാര്യം. നമ്മൾ കുറച്ച് റെസ്പോൺസിബിളും ആയിരിക്കണം, കുറച്ച് ആസ്വദിച്ച് ഓടിക്കണം. ഈ ബിങ്കോയൊക്കെ നമ്മൾ വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് വാരിയിട്ട് പെട്ടെന്ന് തിന്നാം, പക്ഷേ അതിനൊരു സുഖം കാണൂല. പക്ഷേ നമ്മൾ ഓരോ കഷ്ണവും പതുക്കെ ഓടിച്ച് മെല്ലെ രുചിച്ച് കഴിച്ചാൽ അതിനൊരു പ്രത്യേക ഫീലല്ലേ. ഇതിൽ നിന്ന് കാലിറങ്ങിയില്ല. ലഗേജ് ഇരിക്കണോണ്ടാണ്. ക്യാരിയർ വയ്ക്കണമെങ്കിൽ പിന്നെ സാൻഡിൽ സ്റ്റേ ഉള്ള ക്യാരിയറേ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പോണത് മുരുടേശ്വർ ഗോകർണ ആ റൂട്ട് തന്നെയാണ്. ഉടുപ്പിയിൽ നിന്ന് മുരുടേശ്വർ ഗോകർണ വഴി ഗോവ. സോ നമ്മുടെ വീഡിയോസ് എടുക്കുകയാണ്. സൈഡ് അങ്ങ് ദൂരെ മലകളൊക്കെ കാണാം. പക്ഷേ ഈ റൂട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല കേട്ടോ. ഒരു ഗോവ എത്തുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ട്. അതായത് നമ്മളൊരു കാടിൻ്റെ അകത്തൂടെ പോയിട്ട് പെട്ടെന്നൊരു സിറ്റിയിലോട്ട് കയറുന്ന ഒരു ആംബിയൻസ് ആണ്. ഈ ഹൈവേ അതിനേക്കാളും പൊലെയാണ്. പക്ഷേ ഇത് 4 വരി ഹൈവേ ആണ്, എന്നാൽ പോലും തിരക്കില്ലാത്തതുകൊണ്ട് അത്യാവശ്യം ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. സോ അടിപൊളി. ദ പ്രൗഡ് മൊമെൻറ്റ്. ഇതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷം. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ കുറച്ച് പേര് ഈ ഭൂമിയിലുണ്ടെന്ന് അറിയുമ്പോൾ അത് പിള്ളേരായപ്പോലും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം ഇവരാണല്ലോ അടുത്ത ബൈക്കേഴ്സ്.
ഇവരാദ്യം എനിക്ക് ഹൈഫൈ കാണിച്ചു. അപ്പം ഞാൻ GoPro ഓഫായിരുന്നു. പിന്നെ ഒന്ന് GoPro ഓണാക്കി വെറുതെ ഒരു റിയാക്ഷൻ കൂടെ എടുത്തന്നേ ഉള്ളൂ. സോ നമുക്കെന്തായാലും മുമ്പോട്ട് തന്നെ പോവാം. ടാറ്റ കൊടുക്കാം. ടാറ്റ. ഇവിടെ ബീച്ചിൻ്റെ സൈഡിലായിട്ട്, അതായത് അങ്ങല്ല, ഗോവയല്ല, അതിന് മുമ്പായിട്ടൊരു സിറ്റിയൊക്കെ പണിയണത് കണ്ട്. പുതുതായിട്ട് ഒരു സിറ്റി ഏരിയ പോലെ ഒരു ടൗണൊക്കെ പണിയണത് കണ്ട്. അത് സെറ്റായിരുന്നു. സോ അപ്പോൾ ഇപ്പം വീണ്ടും നമ്മൾ ഒരു ഹൈവേ തന്നെ, വീണ്ടും 2 വരി ഹൈവേ. അധികം തിരക്കൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും അവർ വികസിപ്പിക്കാത്തത്. നമ്മൾ കർണാടക ബോർഡർ ഏകദേശം തീരാറായി. നമ്മൾ ഗോവ ബോർഡറിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഏകദേശം. ഇവിടെ പക്ഷേ ഭയങ്കര പൊടിയാണ്. ഹെൽമെറ്റിൻ്റെ നോക്കാൻ പോലെയല്ല, ഒരു കാറ് പോയി കഴിഞ്ഞാൽ മുഖത്ത് അത്രയും പൊടി അടിച്ച് കയറും. അതുകൊണ്ട് ഹെൽമെറ്റിൻ്റെ വൈസർ ഊരാനേ പറ്റൂല. അങ്ങനെ ക്രൂസ് ചെയ്ത് പോവാം. ഫീലാണ് സത്യം പറഞ്ഞാൽ, ഒന്നും പറയാനില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഓടിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെപ്പാടെ ട്രിവാൻഡ്രത്ത് നിന്നൊരു ബസ് സർവീസ് ഉണ്ട് ഗോവയിലോട്ട് എല്ലാ ദിവസവും. മുരഹരയുടെ ബസ്സാണ്, വോൾവോ. അതിൽ വേണമെങ്കിലും വരാം. ഗോവ ബൈക്കിൽ തന്നെ വരണമെന്നില്ല. പിന്നെ ഞങ്ങൾ ബൈക്കേഴ്സിൻ്റെ ഇവൻ്റ് ആയതുകൊണ്ടാണ്. സോ നമ്മൾ എവിടെ എത്തി കർണാടക ബോർഡർ കിടക്കുകയാണ്. ഗോവയുടെ മണ്ണിലോട്ട് കയറാണ്, പക്ഷേ ഗോവയുടെ ആംബിയൻസ് ഇല്ല. നമ്മൾ ഗോവയുടെ ആംബിയൻസിലോട്ട് ഇനി കയറുകയുള്ളൂ. ഇനിയും കിലോമീറ്ററുകളുണ്ട്. കുറേ കാട് പോലത്തെ സെറ്റപ്പിൽ കൂടെ കയറിയിട്ട് പെട്ടെന്ന് ആ ഒരു പനാജി എത്തുന്നതിന് മുമ്പുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഒരു സിറ്റി ഏരിയ. അതാണ് അടിപൊളിയാണ്. അത് ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. അത് കാണുമ്പോഴേ മനസ്സിലാവും. സോ ഇതാണ് ആ സിറ്റി ഏരിയയിലേക്കുള്ള എൻട്രി. ഞാൻ പറഞ്ഞില്ലേ, പനാജി ബ്രിഡ്ജ്. പെട്ടെന്ന് ആംബിയൻസ് ചെയ്യുന്ന ഇതിലോട്ട് വരും. ഞാനല്ല വണ്ടി ഓടിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിന് ഓടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കൊടുത്തിട്ട് പില്ലിയനായതാണ്. സോ മൊബൈലിലെടുത്ത വിഷ്വൽസാണ്. ഇതാണ് പനാജി ബ്രിഡ്ജ്. ഒരു രക്ഷയില്ല, അത്രയും നല്ല കൺസ്ട്രക്ഷനാണ്, ഒന്നും പറയാനില്ല. സോ അങ്ങനെ പിന്നെ കൂടുതൽ വ്ളോഗ് എടുത്തില്ല. ഇത് പനാജി സിറ്റിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി തന്നെയായിരുന്നു ഉള്ളൂ. സോ റെസ്റ്റ് എടുത്തിട്ട് സെക്കൻഡ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. സോ ഇതിപ്പം സെക്കൻഡ് ഡേ ആണ്. മോട്ടോസോൾ ഇവൻറ്റിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടി, അതായത് വന്ന ബൈക്കേഴ്സിനെ, എല്ലാ കൺട്രിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ബൈക്കേഴ്സിനെയും വെച്ചൊരു റാലി പോലെ അവർക്കൊരു ഡ്രോൺ ഷൂട്ടിന് വേണ്ടി സെറ്റപ്പ് ചെയ്തതാണ്. സോ ഇപ്രാവശ്യം ബംഗ്ലാദേശിൽ നിന്നും സത്യം പറഞ്ഞാൽ മോട്ടോസോൾ ഇൻ്റർനാഷണൽ ആയത് ഈ വർഷമാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ റൈഡേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇനി നമുക്ക് മോട്ടോസോളിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം മോട്ടോസോൾ എന്ന് പറയുന്നത് TVSൻ്റെ ബാനറിൽ ഗോവയിൽ വെച്ച് നടക്കുന്ന, അതായത് അവരുടെ അപ്പാച്ചെ ഓണേഴ്സിനും ബാക്കി ബൈക്കേഴ്സിനും വേണ്ടി വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഒരു ഫൺ ഇവൻ്റാണ്. അതായത് കുറേ മത്സരങ്ങളും ട്രാക്ക് സെഷനും DJയും അങ്ങനെ. പിന്നെ ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ. അത് റോയൽ എൻഫീൽഡിൻ്റെ ബാനറിൽ നടക്കുമ്പോൾ റൈഡർ മേനി എന്ന് പറയും. ഹോണ്ടയുടെ വിങ്ങിൽ നടക്കുമ്പം പറയും IBW എന്ന് പറയും, ഇന്ത്യ ബൈക്കേഴ്സ് വീക്ക്. അതിനാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് ഗോവയിൽ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. എന്നാലും മോട്ടോസോളിന് അത്യാവശ്യമല്ല, അപാര ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ അവർ പ്രൊമോഷൻസും കാര്യങ്ങളിലൂടെ കൊണ്ടുവരണുണ്ട്. സോ അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ഇവിടെ പരിപാടികൾ തുടങ്ങും. ഒരുപാട് സെലിബ്രിറ്റീസും ഒക്കെ വന്ന പരിപാടിയാണ്. ഹാനി സാറിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ബൈക്ക് വിത്ത് ഗേളൊക്കെ വന്നിരുന്നു. ഒരുപാട് പേരെ കാണാൻ പറ്റി. അതുപോലെ നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ നജീബ് റഹ്മാൻ സാറ് അവർ വന്നിരുന്നു. അങ്ങനെ നല്ലൊരു ഇവൻ്റായിരുന്നു. ബാക്കി വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മോട്ടോസോളിലെ എക്സിബിഷൻ അറീന പോലത്തെ ഒരു സെറ്റപ്പ്. കൊള്ളാം എന്തായാലും, ഒരു ഓവറോൾ ലുക്ക്. ഇനി ഇതൊരു DJ ഹാളും പിന്നെ കുറേ എക്സിബിഷൻ സെറ്റപ്പും ഫുഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് ട്രാക്കാണ്, അതായത് നമ്മുടെ സ്റ്റണ്ട് ട്രാക്ക്. ഇതൊക്കെയാണെങ്കിലും ഞാൻ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്തില്ല. ഇവിടെ ക്രാഷ് പ്രൈസൊക്കെ ഉണ്ട്. ഫസ്റ്റ് പ്രൈസിനൊക്കെ നല്ല, എനിക്ക് തോന്നുന്നു 15,000, സെക്കൻഡ് പ്രൈസിന് 10,000, 5,000 അങ്ങനെയാണ്. അത് സ്റ്റണ്ടിനും ഉണ്ട്. സ്റ്റണ്ട് ചെയ്യണവർക്ക് സ്റ്റണ്ട് ചെയ്യാൻ, സ്ലോ റേസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്. ഡേർട്ട് ട്രാക്കുണ്ട്. ഡേർട്ട് ട്രാക്കിന് പക്ഷേ FMSA ലൈസൻസ് വേണമെന്ന് തോന്നണം. എന്നാൽ ബാക്കി 4 ട്രാക്ക് സെഷന് നമുക്ക് അറ്റൻഡ് ചെയ്യാം. എന്തായാലും സ്റ്റണ്ട് കൊള്ളാം, നടക്കണുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം നിന്ന് കാണാം. അടിപൊളി. കാണുമ്പം ചെയ്യണമെന്ന് തോന്നും. പക്ഷേ ഇതിന് എന്തായാലും കുറേ ഡെഡിക്കേഷനും പേഷ്യൻസും ഒക്കെ വേണം. കാരണം
വണ്ടി എളുപ്പം കയ്യിലിണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ അവസരങ്ങളിൽ പ്രയോജനപ്പെടുത്താം, അല്ലാതെ ആരും റോഡിലൊന്നും ഇതൊന്നും ചെയ്ത് കളയില്ല പ്ലീസ്. ഇവിടെയൊക്കെ കാണിച്ച കൈയടിഞ്ഞ ആൾ കാണും, വാങ്ങിക്കൂട്ടാൻ പ്രൈസുകൾ കിട്ടും, ക്യാഷ് കിട്ടും, എല്ലാം കിട്ടും. നല്ലൊരു കരിയർ ഓപ്ഷനാണ് സ്റ്റണ്ടിങ്. പക്ഷേ അത് അതിൻ്റെതായ രീതിക്ക് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ നാട്ടുകാരെ ഒന്ന് ശാപം വാങ്ങിച്ച് കൂട്ടും, പോലീസ് സ്റ്റേഷനിൽ കയറണം, എന്തെല്ലാം മെനക്കേടണം. സോ കൊള്ളാം, ആരാണെന്തോ അറിയത്തില്ല, എന്നാലും നന്നായിട്ട് ചെയ്യണുണ്ട്. ഇത് നമ്മുടെ കോർണറിങ് ട്രാക്കാണ്. അതായത് ഒരു ഡേർട്ട് സെറ്റപ്പിൽ, അതായത് നല്ല മണ്ണ്, അതായത് നല്ല സ്ലിപ്പറിയാണ്, കാണും പോലെയില്ല. അതിൽ മറ്റേ ഈ മോട്ടോക്രോസ് പോലത്തെ ഒരു സെറ്റപ്പ് തന്നെ. പക്ഷേ മോട്ടോക്രോസ് അല്ല, മോട്ടോക്രോസ് സ്റ്റണ്ടിങ്ങൊക്കെ അപ്പുറത്ത് ട്രാക്കുണ്ട്. ഇതല്ലാതെ കൊള്ളാം, പക്ഷേ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഭയങ്കര പൊടിയാണ്, വിചാരിക്കും പോലെയല്ല. സോ ബാക്ക് ടു ട്രാക്ക് സെഷൻ. ഇത് ആരെന്ന് മനസ്സിലായോന്ന് നിങ്ങൾക്കറിയില്ല. ഇതൊരു ബൈക്കർ റൂമാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. അദ്ദേഹമാണ്, അതായത് ആ ഓൺലി ഫീമെയിൽ സ്റ്റണ്ടർ ഇൻ മോട്ടോസോൾ. ഇവർ മാത്രമേ ഞാൻ സ്റ്റണ്ട് ചെയ്യണതിൽ ഫീമെയിലായിട്ട് കണ്ടുള്ളൂ. സോ ലാസ്റ്റ് ഡേ ഇവർക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. അതൊരു കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു പ്രൗഡ് മൊമെൻ്റാണ്, കാരണം ഇവരൊരു മദറും കൂടെയാണ്. നിങ്ങൾ ഈ വ്ളോഗിൽ എന്തായാലും കുറച്ച് കാണാൻ പോകുന്നത് ട്രാവലായിരിക്കും, അതായത് സ്ഥലം കാണാൻ പോയതായിരിക്കും. കാരണം അതൊരു ചൂടായിരുന്നു. സോ ഇത് ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥലം ചപ്പൈറ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടാണ്. സോ ഇത് നമ്മൾ കാണാൻ പോയതാണ്. പിന്നെ ഇത് ബാഗ ബീച്ച്. ഈ 2 സ്ഥലം മാത്രമേ ആകപ്പാടെ പോയുള്ളൂ. അതിൽ ഞാനും ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത്. അതിലൊരു ഫ്രണ്ട് ചപ്പൈറ ഫോർട്ട് പോയിട്ട് പിന്നെ കൂടെ വന്നേ ഇല്ല, അതിൽ ചൂട്. പക്ഷേ ഗോവ വൈബൊന്നും മിസ് ചെയ്തില്ല, കാരണം മോട്ടോസോൾ തന്നെ അതിനുള്ള ചാൻസ് ഒരുക്കി തന്നു. കാരണം പുറത്തു പോലും പോകേണ്ടി വന്നില്ല. ഒരു പബ്ബിലോ ഒന്നും പാർട്ടിയൊക്കെ അവർ തന്നെ, അതായത് ആദ്യം ഒരു പ്രോ ഷോ, പിന്നെ ലാസ്റ്റ് DJ ഒക്കെ ആയിരുന്നു. അതായത് ആദ്യത്തെ ദിവസം വന്നത് നമ്മുടെ ലക്കി അലി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിൻറ്റേജ് പാട്ടുകളും അതെല്ലാം കേട്ട് അങ്ങനെ ഒരു മെലഡി അടിച്ച പോലെ ഒരു ഫീലിൽ നിൽക്കുമ്പോഴാണ് അടുത്ത DJ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടൊന്നും പറയില്ല, അമ്മാതിരി ഫീലാണ്. പഴയ ഒരു ഇത് എനിക്ക് വോയിസ് ഇടണമെന്നുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് അടിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അദ്ദേഹത്തിന് ശേഷം സ്റ്റേജിൽ കയറിയത് നമ്മുടെ ചിന്നാപ്പയാണ്. എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല, പക്ഷേ അദ്ദേഹം കുറേ വെസ്റ്റേൺ DJ ആണ്. അപ്പോൾ ആ വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു DJ ആണ്. എന്നാലും ഫുൾ പവറിൽ ഞാൻ എൻജോയ് ചെയ്തത് സെക്കൻഡ് ഡേ ഉള്ള DJ ആണ്. അതായത് നമ്മുടെ DJ ന്യൂക്ലിയർ മാൻ, അത് എൻജോയ് ചെയ്തതിന് ഒരു കയ്യും കണക്കൂല്ലേ, എന്തൊരു വൈബാണങ്ങേര്. അത് നമ്മുടെ നാട്ടിലത്തെ ഒരു പക്ക വൈബിൽ ഒന്നും പറയില്ല. എനിക്ക് അമ്മാതിരി, ഞാൻ ഫുൾ ഓണായിരുന്നു അങ്ങേരുടെ ത്രൂ ഔട്ട് പ്രോഗ്രാം. അമ്മാതിരി വലിയൊരു DJ ആയിരുന്നു. സത്യം പറഞ്ഞാൽ വേറെ ഏതൊരു പബ്ബിൽ പോയാലും ഇത്രയും വലിയൊരു ആളിനെ ഒന്നും കിട്ടൂല, എത്ര പൈസ കൊടുത്ത് കയറിയില്ല. അതിന് എന്തായാലും താങ്ക്സ് ടു TVS നമുക്ക് ഇങ്ങനൊരു ഇവൻറ്റ് ഒപ്പിച്ച് തന്നതിന്. അത് കഴിഞ്ഞ് നമ്മളിതാ TVSൻ്റെ ഇപ്പുറത്ത് തന്നെ DJയുടെ ഹാള് നടക്കുന്നതിൻ്റെ എൻട്രിയുടെ ഇപ്പുറത്ത് തന്നെയാണ് TVSൻ്റെ എക്സിബിഷൻ ആറ്. ഇവിടെ അവരുടെ പണ്ടത്തെ 1988 റേസിംഗ് മോഡൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് 50cc വണ്ടി, പിന്നെ അവരുടെ ആദ്യത്തെ റേസിംഗ് വണ്ടിയാണ്, അത് 100 കടന്ന്, അതാണ് അതിനേക്കാൾ ഹൈലൈറ്റ്. പിന്നെ അങ്ങനെ അവരുടെ തൊട്ടടുത്തുള്ള ഓരോ ജനറേഷൻ വണ്ടികളും വെച്ചിട്ടുണ്ട്. പിന്നെ മോട്ടോർ ക്രോസ് വേൾഡ് ഇതിന് പോണ വണ്ടി, എൻടോർക്ക് മോഡിഫൈഡ്. പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ നമ്മുടെ ഓരോ ജനറേഷൻ അപ്പാച്ചെ ഓണേഴ്സ്, പിന്നെ അത് അപ്പാച്ചയുടെ വണ്ടികൾ, അതിൻ്റെ ചരിത്രങ്ങൾ. ഇതും സൈഡിൽ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഈ മോട്ടോ ക്രോസ് ഈ വണ്ടിയും, പിന്നെ നമ്മുടെ ഈ 638 ഏഷ്യ വേൾഡ് റാങ്കിങ്ങിൽ 200 കടന്ന ഈ വണ്ടിയുമാണ്. ബാക്കിയൊക്കെ ഇത് ഫുൾ കാർബൺ ഫൈബറിൽ ചെയ്ത വണ്ടിയാണ്. അമ്മാതിരി പവറാണ്. അതൊക്കെ ഓണാക്കിയ പിന്നെ ഒന്നും പറയില്ല, അമ്മാതിരി വണ്ടികളാണ്. പിന്നെ ബാക്കിയൊക്കെ മോട്ടോക്രോസ് ഫീൽഡിൽ നിൽക്കുന്ന വണ്ടികൾ തന്നെയാണ്. TVS എന്തായാലും ഭാവിയിൽ ഒരു മോട്ടോക്രോസ് ഫീൽഡിൽ ഒരു കയ്യൊപ്പ് വയ്ച്ച്, പക്ഷേ കുറച്ച് വലുതായിട്ട്. ഞാൻ പറഞ്ഞത് അത്യാവശ്യം വലിയ ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് വരും.
കാരണം ഇപ്പം ഒരുപാട് കുട്ടികൾ അവർക്ക് ഒരുപാട് അല്ലാതെ തന്നെ ട്രാക്ക് സെഷനൊക്കെ അവർ ഉണ്ട് ഇഷ്ടം പോലെ. അവരോട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഈ ഫീൽഡിലോട്ട് കുറച്ച് കാര്യമായിട്ട് തന്നെ, അതായത് ഇന്ത്യയുടെ ഒരു മോട്ടോക്രോസ് ഫീൽഡിൽ ഇന്ത്യയുടെ ഒരു കാല് വയ്പു ഈ ക്രിക്കറ്റ് പോലെയൊക്കെ ഭാവിയിൽ വരും, അത് ഉറപ്പാണ്. സോ ഇത്രയൊക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഇതിപ്പം ഡേ 2 ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി എണീറ്റ് പിറ്റേന്ന് രാവിലെ യാത്ര തിരിക്കാനുള്ള പുറപ്പാടായി. സോ ഇതാണ് ഞാൻ പറഞ്ഞ TVSൻ്റെ ബാക്കി എഡിഷൻസ്, അതായത് അപ്പാച്ചി എഡിഷൻസ്. ഒന്നും പറയില്ല, അടിപൊളി. ഇത് പിന്നെ നമുക്കറിയാം, ഏകദേശം അറിയാം ഏതൊക്കെ വെർഷൻസാണ് ഏതൊക്കെ വർഷം വന്നതെന്ന്. ഇത് നമ്മുടെ 6ാമത്തെ റിട്ടേൺ. അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്. 2 ദിവസം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക്സ് ടു TVS വൺസ് മോർ. കാരണം പറഞ്ഞേ പറ്റൂ, ഇങ്ങനെ ഒരു ഇവൻ്റൊക്കെ വെച്ച് നമുക്ക് അടിപൊളി ഒരു എൻജോയ്മെൻറ്റ് തന്നതിന്. സോ അങ്ങനെ ഈ വർഷത്തെ TVS മോട്ടോസോൾ അവസാനിക്കുകയാണ്. പക്ഷേ അടുത്ത വർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ ഞാൻ വീണ്ടും വരും, കാരണം അമ്മാതിരി ഒരു ഇവൻ്റാണ്, ഒന്നും പറയാനില്ല. സോ മോട്ടോസോള് 2 ദിവസമായിരുന്നെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് 5ാം ദിവസമാണ്. സോ വീട്ടിലോട്ട് പോയാണ്. നമ്മൾ വന്ന വഴിയല്ല പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വിഷ്വൽസ് ഒരു സെക്കൻഡ് വ്ളോഗ് പോലെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ആകെ 2 വിഷ്വൽസേ ഉള്ളൂ, അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ നമ്മൾ തിരിച്ചു വന്ന റൂട്ടെന്ന് വെച്ചാൽ നമ്മൾ ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ വന്നു, അതായത് നമ്മുടെ ചിക്കമംഗലൂർ ഡാൻഡലി ആ റൂട്ട് വഴി. ആ റൂട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തപ്പെട്ടൊരു റൂട്ടാണ്. അമ്മാതിരി അടിപൊളി റൂട്ട്, ഒന്നും പറയല്ല. ഒരു ഫോറസ്റ്റ് ആംബിയൻസും സത്യം പറഞ്ഞാൽ വന്നതിനേക്കാൾ കിടിലം വന്നതും ഈ ഒരു, പക്ഷേ ഇത്രയും സെറ്റപ്പ് എന്ന് പറയാൻ പറ്റൂല. അമ്മാതിരി ഒരു ആംബിയൻസാണ് ഇപ്പം. അതായത് ഇപ്പം സ്ട്രൈറ്റിൽ കൂടെ പോയി പിന്നെ നമ്മൾ ചുരം കയറി, ചിക്കമംഗലൂർ ചുരമാണ്, ചുരം കയറി ഇറങ്ങി അങ്ങനെ വല്ലാത്ത കുറേ നേരം ഒരു പീസ്ഫുൾ ആംബിയൻസിലായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു സെക്കൻഡ് വ്ളോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ വിചാരിച്ച് എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഇത്തിരി ലെങ്തായി പോയാലും. സോ അങ്ങനെ നമ്മൾ ചുരം കയറൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആദ്യത്തെ വളം ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റൊക്കെ വരുന്ന ഏരിയ തന്നെ തോന്നുന്നു. അടിപൊളി. ഇവിടെ മൺസൂണിനൊക്കെ വരണം എൻ്റെ സാറേ, പിന്നെ ഒന്നും പറയണ്ട. കാരണം മൺസൂണിലുള്ള ചിക്കമംഗലൂർ ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ട്, അമ്മാതിരി വൈവാണ്. ഇപ്പോൾ പിന്നെ ഉണങ്ങിയൊക്കെ നിൽക്കുകയാണ്, പിന്നെ പലയിടത്തും കാട്ടുതീയൊക്കെ കണ്ടു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ പച്ചപ്പും ആ ഒരു തണുപ്പും ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഒരു ആംബിയൻസേ അല്ല ഈ റൂട്ട്. സത്യം പറഞ്ഞാൽ ഈ റൂട്ട് വഴി ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് തോന്നിപ്പോയി, അമ്മാതിരി റൂട്ട്. ഞാൻ യാത്ര ഏറ്റവും എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഈ റൂട്ടിലൂടെ ഓടിച്ച ദിവസം. അത്രയും നല്ല കോർണറിങ്ങും. ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ വലിയ കോർണറിങ് എടുക്കാൻ പറ്റിയ റോഡൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് ഒരു സ്ട്രെയിറ്റ് റോഡായിരുന്നു. പക്ഷേ ഇത് ഒന്നും പറയാനില്ല, അടിപൊളി റോഡ്, അടിപൊളി വൈബ്, മൈൻഡ് ഭയങ്കര. നമുക്കാണെങ്കിൽ ഈ മലയും കുന്നുമൊക്കെ ആണല്ലോ മൈൻഡ് റിഫ്രഷിങ് സാധനങ്ങൾ, അത് വെച്ച് നോക്കുമ്പം അടിപൊളി. പക്ഷെ മൺസൂണിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുവഴി വരണം, ഞാൻ വരും എന്തായാലും, അത് ഉറപ്പാണ്. സോ അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഗോവ വ്ളോഗിന് അപ്പുറം ഒരു ചിക്കമംഗലൂർ വ്ളോഗ് കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം നമ്മളിവിടെ സ്ഥലം കാണാനൊന്നും ഇറങ്ങിയില്ല, പക്ഷേ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പം കുറച്ച് വീഡിയോസ് എടുത്തന്നേ ഉള്ളൂ. സോ അത്രയൊക്കെ തന്നെ എൻ്റെ ഗോവ വ്ളോഗും ചിക്കമംഗലൂർ വ്ളോഗും എല്ലാം തീരെയാണ്. കാരണം ഇതൊരു റൈഡ് വീഡിയോ ആണ്, ചിക്കമംഗലൂരിൽ കൂടെയുള്ള. എനിക്ക് ആ വിഷ്വൽസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആഡ് ചെയ്തതന്നേ ഉള്ളൂ, ആകെ 2 വിഷ്വൽസ്. പിന്നെ ഒരു എൻഡിങ് വീഡിയോ കൂടെ ആക്കാമെന്ന് ചോദിച്ചു. സോ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇനിയും നന്നായിട്ട് കണ്ടൻറ്റ് ചെയ്യാം. ഇനി ലഡാക്ക് സീരീസൊക്കെ, ഇനി അടുത്ത് ലഡാക്ക് സീരീസാണ് വരാൻ പോണത്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഇറ്റ്സ് മീ ഡോണ്ടിലസ്. ബൈ.